കോട്ടയം തൃക്കുടിത്താനത്ത് യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണ് എന്ന് പോലീസ് കണ്ടെത്തൽ. തൃക്കുടിത്താനം അഴകാത്തുപടി സ്വദേശിയായിട്ടുള്ള അനീഷിൻ്റെ ഭാര്യ മല്ലികയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം 28-ാം തീയതി അവർ താമസിച്ചിരുന്ന ഈ വീട്ടിൽ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മല്ലിക കഴുത്തറുത്ത് ജീവനൊടുക്കിയതാണ് എന്നുള്ളതായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ അതങ്ങനെയല്ല, അതൊരു ആത്മഹത്യ അല്ല എന്നും അനീഷ് ഭാര്യയെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതുമാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം തൃക്കുടിത്താനം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏപ്രിൽ 28-ാം തീയതി പുലർച്ചെ 2:30-ഓടെ ഈ വീട്ടിൽ നിന്നിറങ്ങിയ അനീഷ് പഞ്ചായത്ത് അംഗമായ ബിൻസന്റെ വീട്ടിലേക്ക് എത്തുകയും തൻ്റെ ഭാര്യ ജീവനൊടുക്കിയെന്ന് അറിയിക്കുകയുമായിരുന്നു. സംഭവം നടന്ന അന്ന് ഒരു പുലർച്ചെ 2 മണി 2:30 ആയി കാണും. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് തട്ടിയെടുത്ത് വിളിച്ചു. എന്നുവെച്ചാൽ എന്താ സംഭവം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതുപോലെ ഭാര്യയെ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എപ്പോഴാണോ സംഭവിച്ചത്, നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പം എൻ്റെ ധാരണ പെട്ടെന്ന് സംഭവിച്ചാണല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ആംബുലൻസ് വിളിച്ചു. അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ട് ആംബുലൻസിനെ എത്തിക്കുന്ന ആ സമയത്ത് ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞ് മുറി തുറന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബോഡി കാണുമ്പോൾ വരുന്നുണ്ടല്ലോ. അന്നേരം തന്നെ ആദ്യഘട്ടം തന്നെ ഇത് അന്നേരം സംഭവിച്ചല്ല എന്ന് എനിക്കൊരു ബോധ്യം വന്നു. ഞാൻ പറഞ്ഞത് ഇത് എപ്പോഴാണ് കണ്ടത്, എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറയുന്നത് ഇവൻ കോഴിക്കോടായിരുന്നു ഒരാഴ്ചയായിട്ട് വന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, രണ്ടുപേരോട് മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ചെറിയൊരു കശപിശ ഉണ്ടായി. പിന്നെ അതങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഞാൻ മദ്യം കഴിച്ചുകൊണ്ട് ലഹരിയിൽ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കം എഴുന്നേറ്റ് ഞാൻ ഇപ്പോൾ ഈ 2 മണിക്ക് വരുന്നതിന് മുമ്പാണ്. അപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് ഭാര്യ മരിച്ച് കിടക്കുന്നതായിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് എന്ത് തരത്തിലുള്ള സംഭവം നടന്ന മണിക്കൂറുകൾക്ക് മുമ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആശുപത്രി കൊണ്ടുപോകുന്നതിനോട് പറഞ്ഞു. നമ്മുടെ എന്തായാലും ബോഡി മരണപ്പെട്ടു, നമ്മളിനി അങ്ങനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ട് ശരിയായ രീതിയല്ല, നമുക്ക് പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട, കാരണം സ്വാഭാവികമായിട്ട് മരണം സംഭവിച്ചു, നമുക്കൊരു ബോഡി കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് പോലീസിനെ വിളിച്ചപ്പോൾ തൃക്കുടിത്താനം സിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി. വിളിച്ച് ആ സമയത്ത് തന്നെ എത്തി. അപ്പോൾ ആംബുലൻസും എത്തി. ആംബുലൻസ് പിന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ടു, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞു വിട്ടു. പിന്നെ പോലീസ് വന്നാലും നോക്കിയപ്പോൾ അന്ന് തന്നെ ഒരുതരം അസ്വാഭാവികത ഉണ്ടായിരുന്നു. പറച്ചിലും ആ രംഗം കാണുമ്പോഴും എല്ലാം ഒരുതരം അസ്വാഭാവികത ഉണ്ടായിരുന്നു. കഴുത്തിൽ മുറിവേറ്റിട്ട് ബ്ലഡ് ഇങ്ങനെ ശരീരം മുഴുവൻ വീണു. അപ്പോൾ നമുക്ക് എവിടെ എങ്ങനെയാണ് മുറിവ് വന്നതെന്നൊന്നും അറിയാൻ പറ്റുന്നില്ലായിരുന്നു. ബ്ലഡ് ഇങ്ങനെ ഉണങ്ങി നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് CI വന്നപ്പം CI പറഞ്ഞിട്ട് ഇതിനകത്തൊരു അസ്വാഭാവികത ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അനീഷുമായിട്ട് അങ്ങ് പോകാൻ ഇവർ അനീഷെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പിന്നെ അവർക്ക് വേണ്ടപ്പെട്ടവരാരുമില്ല. ഭാര്യ മല്ലിക, കുട്ടികളില്ല. ഇവൻ്റെ അമ്മയുള്ളത് കുറച്ച് നാളായിട്ട് ചേട്ടൻ്റെയോ ആരാണ്ടൊരു വീട്ടിലാണ്. അപ്പോൾ വേറെ ആരുമില്ല. പിന്നെ ഞാൻ അവിടുന്ന് നമ്മുടെ IYFയുടെ പ്രവർത്തകരെ എല്ലാം കൂടി വിളിച്ച് പ്രാഥമിക കാര്യങ്ങളെല്ലാം നിറവേറ്റി പോസ്റ്റ്മോർട്ടം നടത്തുന്നവരെ എത്തിച്ചു. എന്നിട്ട് പിന്നെ പെണ്ണിൻ്റെ മൃതശരീരം അവരുടെ പെൺവീട്ടുകാർ വന്നായിരുന്നു. അവർ റാന്നിക്ക് കൊണ്ടുപോകായിരുന്നു. 2 ദിവസം തുടർച്ചയായിട്ട് പോലീസ് ചോദ്യം ചെയ്തു. അപ്പോഴും ആത്മഹത്യയാണെന്ന് ഉറച്ചു നിൽക്കുകയായിരുന്നു. കഴുത്ത് അറുത്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇയാൾ സ്വന്തമായി കഴുത്തറുത്തു എന്നാണ്. പക്ഷേ തന്നെ അന്നപ്പോൾ പെട്ടെന്ന് ഇവർക്ക് ഇവനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി റിസൾട്ട് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെയും ഈ ഫോറൻസിക് റിപ്പോർട്ട് ഫൈനലായിട്ട് വന്നത്. അന്നാണ് അറിയുന്നത് ഇവർ തമ്മിൽ അന്ന് വലിയ ബഹളമുണ്ടായി, വലിയ ആരോഗ്യ മൽപ്പിടുത്തം ഉണ്ടായി. അവിടെ വെച്ച് ഷാളിനോ മറ്റോ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് പോലീസിനെ സ്വന്തമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവൻ തന്നെ ഒത്തിരി മുറിച്ചില്ലെങ്കിലും നല്ലതായിട്ട് ബ്ലഡ് വരത്തക്ക തരത്തിൽ മുറിച്ച് മരണം നടന്നതിന് ശേഷം സംഭവിച്ചിട്ടു. അപ്പോൾ സംഭവം ഏകദേശം വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്താ. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവം നടന്ന അപ്പോൾ ഒരു സന്ധ്യ സമയത്താണ്. ഇത്രയും സമയം ഒരുപക്ഷെ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓർത്തുകൊണ്ടായിരിക്കും. ഏകദേശം ബോഡി ഒരു 3-4 മണിക്ക് സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം അർദ്ധരാത്രി 12 മണിയും കഴിഞ്ഞിട്ട് 2 മണിയോടുകൂടിയാണ് എൻട്രിക്ക വരുന്നത്. പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോഴും ഇയാളത് വേണ്ട എന്ന് പറഞ്ഞു. വേണ്ട, ആശുപത്രി കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചു. ആശുപത്രി കൊണ്ടുപോകാൻ ബോഡി കാണുമ്പോൾ നമുക്ക് മരണപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഏതൊരാൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് പോലീസ് വരട്ടെ, നമുക്കിത് സംശയാസ്പദമായ ഒരു ഇതാണ്, നമുക്ക് പെട്ടെന്ന് നമ്മൾ മാറ്റിയാൽ നമുക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് നശിപ്പിക്കപ്പെട്ടാൽ നമുക്ക് 2 പേർക്കും അത് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ വേണ്ട, പോലീസ് വരട്ടെ എന്നുള്ള തരത്തിൽ പോലീസിനെ വിളിച്ചറിയിക്കുന്നു. ഇയാൾ എന്തായാലും നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. റിമാൻഡ് ചെയ്തു. ഈ വീട്ടിൽ ഈ ഭാര്യയും ഭർത്താവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് മക്കളില്ല. കല്യാണം കഴിഞ്ഞിട്ടൊരു 10 വർഷത്തിലേറെ മക്കളില്ല. പിന്നെയുള്ള അനീഷിൻ്റെ അമ്മ സഹോദരൻ്റെ മറ്റേ വീട്ടിലായിരുന്നു. ഈ അനീഷ് ഒരാഴ്ചയായിട്ട് ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. മല്ലിക എന്ന് പറയുന്ന കുട്ടി ഈ സ്ത്രീയും വീട്ടുവേലയൊക്കെ ചെയ്ത് ജീവിതം പോറ്റുന്ന, നന്നായി പണിയെടുത്ത് ജീവിതം പോറ്റുന്നൊരു കക്ഷിയായിരുന്നു. അപ്പോൾ ആ വരുമാനത്തിൽ ഇവിടെ സ്വന്തമായി ജീവിച്ചു വരികയായിരുന്നു. ഒരാഴ്ചയ്ക്ക് ഇടയ്ക്കാണ് ഈ അനീഷ് കോഴിക്കോട് നിന്നും വീട്ടിലേക്ക് എത്തിയതും. അന്നാണ് ഈ സംഭവം നടക്കുന്നത്. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് വിഷയങ്ങൾ ഉണ്ടായതെന്നുള്ളതാണ്. എന്നോടന്ന് സാമ്പത്തിക തർക്കമൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ തമ്മിലൊരു തർക്കമെന്നേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ തമ്മിലൊരു സ്വാഭാവികമായിട്ട് തർക്കമുണ്ട്. ആ തർക്കം വലുതായി പോയി.
അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഒന്നും തള്ളുമൊക്കെ നടന്നു. പിന്നെ മദ്യം കഴിച്ചില്ലെങ്കിൽ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഭാര്യ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത് എന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. സംഭവം പുറത്തറിഞ്ഞ നിമിഷം തന്നെ അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ്. പലതവണ ചോദ്യം ചെയ്തെങ്കിലും ഭാര്യ കഴുത്തറുത്ത് ജീവൻ ഒടുക്കിയതാണ് എന്ന അതേ മൊഴിയിൽ തന്നെ അനീഷ ഉറച്ചു നിന്നു. പക്ഷെ അപ്പോഴും തൃക്കുടുത്താനം പോലീസിന് നിരവധി സംശയങ്ങളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് അനീഷിനെ തേടി വീണ്ടും പോലീസ് എത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, കഴുത്തിൽ ശക്തമായി ബലപ്രയോഗം നടന്നിട്ടുണ്ട്, ഇതാണ് മരണകാരണമായത് എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇതേ തുടർന്ന് അനീഷിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് അനീഷ ഒടുവിൽ പോലീസിനോട് എല്ലാം തുറന്നു പറഞ്ഞത്. ആ ദിവസം രാത്രിയിൽ ഭാര്യയും അനീഷും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു. അതിനുശേഷം ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. ഇതിന് പിന്നാലെ ഭാര്യ മല്ലികയെ അനീഷ് തന്നെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിനോട് ഇപ്പോൾ അയാൾ സമ്മതിച്ചിരിക്കുന്നത്. ഇതിന് ശേഷം ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കത്തി ഉപയോഗിച്ച് അനീഷ് തന്നെയാണ് ഭാര്യയുടെ കഴുത്തിൽ മുറിവേൽപ്പിച്ചത്. ഭാര്യ കഴുത്തറുത്ത് ജീവൻ ഒടുക്കിയെന്ന് വരുത്തി തീർക്കുകയായിരുന്നു അനീഷിന്റെ ശ്രമം. എന്താണെങ്കിലും ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വന്നതോടുകൂടി തൃക്കുടിത്താനം പോലീസ് അനീഷിന്റെ ശ്രമങ്ങളെ എല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഇതൊരു കൊലപാതകമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ തൃക്കുടിത്താനം പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.